അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ സ്ഥലത്തും അപകടത്തിൽ പരിക്കേറ്റവർ കഴിയുന്ന ആശുപത്രിയിലും എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാന ദുരന്തത്തിൽ രക്ഷപ്പെട്ട വിശ്വാസ് കുമാറിനെയും പരിക്കേറ്റ 25 പേരെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു. തുടർന്ന് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. രാവിലെ 9 മണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെ ദുരന്തഭൂമിയിലെത്തിയത്. അപകടസ്ഥലം നേരിട്ട് വിലയിരുത്തുകയും ഉന്നത ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ആരായുകയും ചെയ്തു. ദുരന്തത്തിന്റെ ആഘാതം നേരിട്ട് കണ്ട പ്രധാനമന്ത്രി അവിടെ നിന്ന് നേരെ പോയത് ആശുപത്രിയിലേക്കാണ്. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏക യാത്രികൻ വിശ്വാസ് കുമാറിനെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. मेरे नजरों के सब सामने हुआ था. मेरे खुद को भी बिलीव नहीं होता कि मैं कैसे उसमें से जिंदा बाहर निकला, क्योंकि थोड़ा टाइम लिए के तो मेरे को लगा था कि मैं भी मरने वाला हूँ, लेकिन जब मेरी आँख खुल के मैं देखा ना तो मुझे लगा मैं जिंदा हूँ. तो मैंने ट्राई किया, जब मेरी सीट थे वो मेरी बेल्ट निकाला, मैंने वो ट्राई किया जहाँ से निकल सकता वहाँ से. അപകടത്തിൽ പരിക്കേറ്റ മറ്റാളുകളെയും അദ്ദേഹം സന്ദർശിച്ചു. കൂടാതെ വിമാന അപകടത്തിൽ മരിച്ച ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ ഭാര്യ അഞ്ജലിയെയും നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തിയ പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി റാം മോഹൻ നായിഡു എന്നിവരും യോഗത്തിൽ പങ്കുചേർന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV.